5 മെഡിക്കൽ കോളേജുകൾ മാത്രമുള്ളത് 14 മെഡിക്കൽ കോളേജ് എടുക്കാൻ തീരുമാനിച്ചുവെങ്കിൽ ആ തീരുമാനം കേരളത്തിന്റെ നാളെയെക്കുറിച്ച് ഉള്ള കണക്കൂട്ടൽ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ മെഡിക്കൽ കോളേജുകളെ യഥാർത്ഥത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം വരുന്ന ഗവൺമെന്റുകളാണ്. ഇപ്പൊ ഈ വർഷത്തെ രോഗത്തിന്റെ അവസ്ഥയല്ല അടുത്ത വർഷം, ഈ വർഷത്തെ രോഗികളുടെ എണ്ണമല്ല അടുത്ത വർഷം ഉണ്ടാകുന്നത്. അപ്പൊ അത് മുൻകൂട്ടി കണ്ട് ജനസംഖ്യ ഉയരുന്നതിനനുസരിച്ച് രോഗങ്ങൾ ഉണ്ടാകുമെന്നും രോഗങ്ങൾക്കനുസരിച്ച് ആശുപത്രികൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. റഫറൽ സംവിധാനം നല്ല നിലയിൽ മുന്നോട്ട് പോയതല്ലേ? എന്തേ സംഭവിച്ചത്? ആരോഗ്യ രംഗങ്ങളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുവാൻ, വേണ്ട പണം കൊടുക്കുവാൻ, വേണ്ട മരുന്നുകൾ, ആശുപത്രികളെ ഡോക്ടർമാരെ നിയമിക്കുവാനുള്ള അനുമതികൾ എന്തേ സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്? ഞാൻ അന്ന് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ലോകത്തെ ഏറ്റവും നല്ല ആരോഗ്യ കേരളമാണെന്ന് പറഞ്ഞുകൊണ്ട് PR നടത്തിയവരാണല്ലോ ഇവർ. എന്തേ ആ 5 കൊല്ലം കഴിഞ്ഞ് അടുത്ത കൊല്ലം 5 കൊല്ലം മുമ്പേക്ക് അങ്ങ് മുച്ചൂടം താഴേക്ക് പോയത്? എന്തായിരുന്നു കാരണം? അപ്പോ ഇതെല്ലാം ഗിമ്മിക്കുകളായിരുന്നു, ഇതെല്ലാം പൊള്ളയായ വാഗ്ദത്തങ്ങളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. മോഹൻദാസ് ഡോക്ടർ അടക്കം പറഞ്ഞല്ലോ. അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഘടന പോലും ഇന്ന് സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു കാര്യം പറയാം, ഒരു ഡോക്ടർക്ക് നോക്കാൻ കഴിയുന്ന രോഗികളുടെ എണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ 5 ഇരട്ടിയിലേറെ രോഗികളെ നോക്കേണ്ട ഒരു രോഗിയുടെ അവസ്ഥ, 5 ഇരട്ടിയിലേറെ രോഗികളെ നോക്കേണ്ട ഒരു നഴ്സിന്റെ അവസ്ഥ, 5 ഇരട്ടിയിലേറെ നോക്കുന്ന ഒരു എക്സ്റേ ടെക്നീഷ്യന്റെ അവസ്ഥ, ഈ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ സർക്കാർ സിസ്റ്റത്തിന് തകരാറെന്ന് പറഞ്ഞിരിക്കുകയല്ലല്ലോ വേണ്ടത്. കാലങ്ങളായി വരാനിരിക്കുന്ന നാളുകളിലെ ആവശ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിയണം. അവർക്ക് വേണ്ട മരുന്നുകൾ, അവർക്ക് വേണ്ട ഉപകരണങ്ങൾക്ക് വേണ്ട ഉപകരണ സംവിധാനങ്ങൾ, പരിപാലന സംവിധാനങ്ങൾ, ഇവയൊക്കെ ഉണ്ടാക്കിയെടുക്കൽ ഒരു സർക്കാർ, ജനാധിപത്യ സർക്കാരിന്റെ നേട്ടമാണ്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ, വർദ്ധിച്ചു വരുന്ന രീതിയിലുള്ള പോരായ്മകൾ, വീഴ്ചകൾ, ഇത് കാരണം സർക്കാർ ആശുപത്രിയിലേക്ക് ജനങ്ങൾക്ക് പോകാനുള്ള വിശ്വാസക്കുറവുണ്ടായി. നേട്ടമാർക്കാണ്? പാവപ്പെട്ടവൻ വീണ്ടും കയ്യിൽ കടം വാങ്ങി ഉള്ളതെല്ലാം വിറ്റുപറക്കി സ്വകാര്യ മേഖലയിലേക്ക് പോവുകയും സ്വകാര്യ മേഖല തഴച്ചു വളരുന്ന അവസ്ഥയിലേക്ക് കേരളം കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വീണ്ടും പട്ടിണിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇവയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാണ്ട് ICU ആയത് ഞങ്ങൾ കാരണമല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ വികസനം കൊണ്ടുവന്നല്ലോ, അത് ആ നേരത്ത് മുന്നോട്ട് കൊണ്ടുവന്നല്ലോ. അന്ന് ഇതുപോലെ മെഡിക്കൽ കോളേജുകളിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ആളുകൾ ആരും വിതരണം നിർത്തിയില്ലല്ലോ. മരുന്നുകൾ കൊടുക്കുന്ന വിതരണങ്ങൾ നിർത്തിയില്ലല്ലോ. അവിടെ ആവശ്യമായ രോഗികൾക്ക് നോക്കുവാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാർ ഉണ്ടായിരുന്നുവല്ലോ. അവിടെ മെഡിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമായിരുന്നല്ലോ. അപ്പോ ഇതെല്ലാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുഴപ്പമില്ല. ഒന്ന്, സ്വകാര്യ മേഖലയെ പരിപോഷിക്കുന്നതിന് വേണ്ടിയുള്ള കുറ്റകരമായ അനാസ്ഥ ഉണ്ടാക്കി കൃത്രിമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സംശയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അങ്ങേ പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു അദ്ദേഹം. അവരുടെ ഓരോ പ്രസ്താവനയും പ്രതിരോധാത്മകമാണ്. അവിടെ വേണ്ടത് എന്താണ്? പരിഹാരാത്മകമായി ആണ് അവർ മുന്നോട്ട് പോകേണ്ടത്. അവരുടെ ഓരോ സ്റ്റേറ്റ്മെന്റും നടപടികളും പത്രസമ്മേളനങ്ങളും ഇത് പ്രതിരോധാത്മകമാക്കി മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ മറവിയുടെ ഒരു സംവിധാനമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ അന്വേഷണത്തിലും അവ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ അവർ കഴിയുന്നില്ല. ഓരോ അന്വേഷണത്തിലെ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇനി ഒരു വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ ആ വിവിധ മേഖലയിൽ ഉണ്ടാകും. പൊതുജന വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ആരോഗ്യ മേഖല നടത്തിക്കൊണ്ടുപോകുന്നത്. ഇവിടെ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഏകോപനമില്ലാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് സ്റ്റാഫ് നിയമനങ്ങളിൽ, ഉപകരണ പരിപാലനങ്ങളിൽ, മരുന്ന് വിതരണങ്ങളിൽ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരോഗ്യ കേരളം, ആരോഗ്യ മിഷൻ പദ്ധതിക്ക് വേണ്ടി PR ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു 10-1 മെഡിക്കൽ കോളേജുകൾ മരുന്ന് കൊടുക്കുവാൻ, ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ചെയ്തിരുന്നുവെങ്കിൽ അത് നിങ്ങൾ വേറൊന്നും കൂടി ചെയ്യാം. പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നടപ്പിലാക്കാമല്ലോ. എത്ര സ്ഥലങ്ങളിൽ, എന്റെ നാട്ടിലൊക്കെ എത്ര സ്ഥലങ്ങളിൽ പൊതുജന സംവിധാനത്തോടു കൂടി പാവപ്പെട്ട ആളുകൾക്ക് ഈ ഡയാലിസിസ് സംവിധാനം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതുപോലെ ഇതുപോലെയുള്ള ആധുനികമായ സംവിധാനങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുവാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കുവാൻ സർക്കാരിന് എന്താണ് തടസ്സമുള്ളത്? സർക്കാരിന് എന്താണ് മുന്നോട്ട് പോകണമെങ്കിൽ? കിഫ്ബി പദ്ധതിയൊക്കെയായി ഇന്ന് രാജ്യം മുഴുവനും വലിയ രീതിയിൽ ഖ്യാതി പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ആ പദ്ധതി കിഫ്ബിയുടെ പേരിൽ കേരളത്തിലെ ആരോഗ്യ മേഖലകളിൽ നൂതനമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൂടെ? അങ്ങനെ ഉണ്ടാക്കുവാൻ ആരാണ് തടസ്സം പറയുന്നത്? ആർക്കാണ് തടസ്സമുള്ളത്? അപ്പൊ ഇതൊന്നും
പാവപ്പെട്ടവന്റെ പാർട്ടി അല്ലെങ്കിൽ അധ്വാനിക്കുന്നവരുടെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതൊന്നും പ്രയോറിറ്റി കൊടുക്കേണ്ട വിഷയങ്ങളായി അവർക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനം നമുക്ക് പട്ടിണി മാറ്റലാണ്, രണ്ടാമത് ആരോഗ്യമാണ്, മൂന്നാമത് വിദ്യാഭ്യാസമാണ്, നാലാമത് പാർപ്പിടമാണ്, അഞ്ചാമത് വ്യവസായമാണ്, ആറാമത് ആളുകളുടെ ജീവിത നിലവാരങ്ങളെ ഉയർച്ചയും സാംസ്കാരിക മേഖലയുമാണ്. ഈ ഒരു പ്രയോറിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ആർജവമില്ലായ്മയാണ്, സർക്കാരിന്റെ കഴിവുകേടാണ്, സർക്കാരിന്റെ ദിശാവാദത്തിൽ ഉണ്ടായിരിക്കുന്ന കുഴപ്പമാണ്. ഈ കുഴപ്പത്തിന്റെ ഉത്തരവാദികൾ ഇവിടെ കപ്പിത്താൻ തന്നെയാണ്. ആശയ ദാരിദ്ര്യമുള്ള, നടപ്പിലാക്കുവാൻ ഇച്ഛാശക്തിയില്ലാത്ത ഒരു സംവിധാനമായി ആരോഗ്യവകുപ്പും കേരള ഗവൺമെന്റിലും മാറിയിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ആവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.